ഈ കോമ്പിനേഷൻ കറികൾ ഒരുപാട് ഇഷ്ടമുള്ള ആളുകളാണ് തൃശ്ശൂർക്കാരെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ. എന്താ വെച്ചാൽ ഇപ്പം നമുക്ക് ചെറിയ ചാള കിട്ടുന്ന സമയമാണ്. അപ്പം നമ്മൾ ചെറിയ ചാള എന്ന് പറയുന്ന മത്തിയാണ് കേട്ടോ. ആ ചാളയുടെ കൂടെ നമ്മളൊരു കോമ്പിനേഷൻ ചെയ്യാൻ പോവുകയാണ്. ഒരു ചെറിയ സബോള, ഒരു ചെറിയ തക്കാളി, 4 വെളുത്തുള്ളി, അതുപോലെ 4 പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, ഇത്രയും സാധനങ്ങൾ അരിഞ്ഞെടുത്തിട്ട് അതിനകത്ത് 1/2 സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ അതും കൂടി ഒഴിച്ച് നമ്മൾ നല്ല പോലെ ഒന്ന് തിരുമ്മി അതിൽ ചാളയൊക്കെ പറക്കിയിട്ട് എന്നിട്ട് അതും നല്ലതുപോലെ തിരുമ്മി കുറച്ച് വെള്ളം ചേർക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ നെല്ലിക്ക വലിപ്പത്തിൽ വാളംപുളി എടുത്ത് പിഴിഞ്ഞ് അതും കൂടി ചേർക്കുക. പിന്നെയാണ് നമ്മുടെ താരം വരണത്. എന്താ താരം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായില്ലേ? കൂർക്ക നന്നായി വൃത്തിയാക്കി ഒന്ന് ആവി കയറ്റി വേവിച്ച കൂർക്കയാണ്. ചാള നന്നായി തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ കൂർക്ക ചേർക്കും. വേവിച്ച കൂർക്ക തന്നെ ചേർക്കണം, അല്ലെങ്കിൽ ഈ പുളിയുള്ള വെള്ളത്തിൽ കിടക്കുമ്പോൾ കൂർക്ക വേവാൻ താമസം പിടിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേവിച്ച കൂർക്ക തന്നെ ചേർക്കുകയായിരിക്കും നല്ലത്. കൂർക്കയും കൂടി നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഉപ്പൊക്കെ നോക്കിയതിന് ശേഷം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മൂടി വയ്ക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചോറുണ്ണ നമ്മുടെ പ്രധാനപ്പെട്ട കാര്യത്തിലേക്ക് കിടക്കുക. കുറച്ച് ബീൻസ് ഉപ്പേരിയും അതിൻ്റെ കൂടെ കുറച്ച് ഇഞ്ചൻ പുളിയാണ് എനിക്ക് കൂട്ടിനുണ്ടായിരുന്നത്. അതും കൂടി ചേർത്തിട്ട് നമ്മൾ കഴിക്കും. ഈ കൂർക്കയും ചാളയും ഉണ്ടല്ലോ, ഒരു അസാധ്യ കോമ്പിനേഷനാണ് കേട്ടോ. അത് വെക്കാത്തവരൊന്ന് വെച്ച് കഴിച്ച് നോക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ വെച്ച് കഴിഞ്ഞിട്ട് അഭിപ്രായം അറിയിക്കണേ. താങ്ക് യു.